അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ പ്രിയപ്പെട്ട ISMന്റെ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രവാചക വചനങ്ങൾ പ്രചോദനത്തിന്റെ മൊഴിമുത്തുകൾ എന്ന വിഷയത്തിലാണ് സംസാരിക്കേണ്ടത്. മഹാനായ പ്രവാചകന്റെ വചനങ്ങൾ ദൈവിക ബോധനത്തിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. പ്രവാചകൻ കൃത്യമായ ദൈവിക ബോധനത്തിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആനിന്റെ സാക്ഷ്യപ്പെടുത്തലാണിത്. പ്രവാചക വചനങ്ങൾ സുന്ദരമാണ്, സമഗ്രമാണ്, ആശയ ഗാംഭീര്യമാണ് അതിൻ്റെ സവിശേഷത, അതിൻ്റെ സൗന്ദര്യം. കൊച്ചു വചനങ്ങളിൽ പോലും ഗുപ്തമായി കിടക്കുന്ന ആശയ ലോകം അത്ഭുതപ്പെടുത്തുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെക്കുറിച്ച് നമ്മൾ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ അതിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും നമുക്ക് ആസ്വദിക്കാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിന്റെ പ്രായോഗികമായ പ്രാക്ടിക്കലായ വിശദീകരണമാണ് പ്രവാചകന്റെ ചര്യ. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പഠിക്കുന്നതോടൊപ്പം തന്നെ പ്രവാചക ചര്യയും പഠിക്കേണ്ടതുണ്ട്. ഖുർആനിനെ കൃത്യമായി മനസ്സിലാക്കാൻ പ്രവാചകചര്യ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. പ്രവാചകചര്യ വിജ്ഞാനത്തിന്റെ മഹാ സന്ദേശങ്ങളാണ് മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും അവിടുത്തെ പെരുമാറ്റങ്ങളും ഇടപെടലുകളും വാക്യങ്ങളും പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം, പ്രവാചകൻ തന്നോടൊപ്പം ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും, വൃദ്ധരെയും യുവാക്കളെയും കുട്ടികളെയും സ്ത്രീകളെയും പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്തു എന്നുള്ളതാണ്. പ്രവാചകൻ ഒരിക്കലും ആരെയും തളർത്തിയില്ല, നിരാശരാക്കിയില്ല. പ്രവാചകന്റെ വചനങ്ങൾ അവർക്ക് പ്രചോദനമായിരുന്നു, പ്രോത്സാഹനമായിരുന്നു. പ്രവാചകന്റെ സദസ്സിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത ആവേശവും സംതൃപ്തിയുമായിരുന്നു. പ്രവാചകന്റെ മൊഴിമുത്തുകൾ കേൾക്കാൻ അവർ കാതു കൂർപ്പിച്ചു നിന്നു. ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, മഹാനായ പ്രവാചകൻ സംസാരിക്കുമ്പോൾ പ്രവാചകന്റെ അനുചരന്മാർ പ്രവാചകനെ കേൾക്കാൻ ഇരുന്നിരുന്നത് ഒരു പക്ഷി തലയിലിരുന്നാൽ ഒരാൾ അത് പാറിപ്പോകാതിരിക്കാൻ എത്രത്തോളം സൂക്ഷ്മത കാണിക്കുമോ അതുപോലെ പ്രവാചകന്റെ മൊഴിമുത്തുകൾ കേൾക്കാൻ, ആസ്വദിക്കാൻ പ്രവാചകന്റെ മുന്നിൽ സ്വഹാബത്ത് ഇരുന്നിരുന്നു എന്നാണ്. കൗതുകമുള്ള ഒരു പക്ഷി, ഭംഗിയുള്ള ഒരു പക്ഷി നമ്മുടെ തലയിലിരുന്നാൽ നമ്മൾ അതിൻ്റെ ആ കൗതുകം ആസ്വദിക്കുന്നതിന് വേണ്ടി അത് തലയിൽ കുറച്ചു നേരം ഇരിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് അനങ്ങാതെ നിൽക്കുന്നത് പോലെ പ്രവാചകന്റെ സദസ്സിൽ സ്വഹാബത്ത് പ്രവാചകനെ കേൾക്കാൻ ഇരുന്നിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും നെഗറ്റീവ് എനർജി അല്ല നൽകിയത്. പ്രവാചകനോടൊപ്പം ജീവിക്കുന്നവർക്ക് പോസിറ്റീവ് എനർജിയാണ് നൽകിയത്. പ്രവാചകന്റെ പ്രോത്സാഹനമായിരുന്നു അവരുടെ ശക്തി. ഏതില്ലായ്മയിലും വല്ലായ്മയിലും പട്ടിണിയിലും പ്രതിസന്ധികളിലും അവർക്ക് അകബലം നൽകിയത്, ആന്തരികമായ ശക്തി നൽകിയത്
മഹാനായ പ്രവാചകന്റെ പ്രോത്സാഹന ജനകമായ വാക്കുകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പരിതപിക്കുകയാണ് സഹാബത്ത്, പ്രവാചകരെ ഞങ്ങളെ വല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, വിഷമിപ്പിക്കുകയാണ്. ഈ ദീനിൽ വന്നതിന്റെ പേരിൽ വലിയ പീഡനങ്ങളും താടനങ്ങളും സഹിക്കുകയാണ്. പ്രവാചകൻ കഅബാലയത്തിന്റെ ഓരത്ത് വിശ്രമിക്കുമ്പോൾ സഹാബത്ത് വന്ന് പറയുന്നു, മഹാനായ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് മുൻകഴിഞ്ഞ സമൂഹങ്ങൾക്ക് വലിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഈർച്ചവാട് പോലുള്ള സാധനങ്ങൾ കൊണ്ട് അവരുടെ പച്ച മാംസം ചീന്തിയെടുത്തിരുന്നു എന്ന് മഹാനായ പ്രവാചകൻ അവരോട് വിശദീകരിച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് നല്ല നാളുകൾ വരാനിരിക്കുന്നുണ്ട്, നിർഭയത്വത്തിന്റെ നാളുകൾ വരാനിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി സഞ്ചരിക്കാൻ കഴിയുന്ന ദിനങ്ങളാണ് വരാനിരിക്കുന്നത് എന്ന് പ്രവാചകൻ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അവർക്ക് ആ പ്രവാചകന്റെ വാക്കുകൾ നൽകിയ പ്രോത്സാഹനവും ശക്തിയും എത്രത്തോളമായിരിക്കുമെന്ന് നാം മനസ്സിലാക്കുക. പ്രവാചകന്റെ ജീവിതം എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് ആയിരുന്നു, സുതാര്യതയായിരുന്നു. എന്താ ഈ സുതാര്യത എന്ന് പറഞ്ഞാൽ? നിഗൂഢമായ വർത്തമാനങ്ങളില്ല, നിഗൂഢമായ പെരുമാറ്റങ്ങളിലില്ല. ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വർത്തമാനങ്ങളും നിലപാടുകളുമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഴ്തികാഫിരിക്കുകയാണ്. പ്രവാചകനെ കാണുവാൻ വേണ്ടി പ്രവാചകന്റെ ഭാര്യ പ്രിയപ്പെട്ട സൊഫിയ റളിയല്ലാഹു അൻഹ വന്നു. രാത്രിയിൽ പ്രവാചകനെ സന്ദർശിച്ചുകൊണ്ട് സൊഫിയ റളിയല്ലാഹു അൻഹ തിരിച്ചു പോവുകയാണ്. പ്രവാചകൻ അവരെ വാതിൽ വരെ അനുഗമിച്ചു. ആ സമയത്ത് രണ്ട് അൻസാരികൾ ആ വാതിലിനപ്പുറത്ത് നിൽക്കുന്നത് കണ്ടു. സ്വാഭാവികമായിട്ടും ആ രണ്ട് അൻസാരികൾ പ്രവാചകനെ കുറിച്ച് തെറ്റിദ്ധരിക്കുമോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു. പ്രവാചകൻ പറഞ്ഞു, അല അരിസ്ലികുമ ഇന്നഹ സൊഫിയ, നിങ്ങൾ നിൽക്ക്, ഇത് എന്റെ ഭാര്യ സൊഫിയയാണ്. ആ രണ്ടുപേരൊരിക്കലും പ്രവാചകനെ ചോദ്യം ചെയ്തില്ല. പ്രവാചകനോട് ആരാണ് ഈ സ്ത്രീ, തിരിച്ചു പോകുന്ന സ്ത്രീ എന്ന് ചോദിച്ചില്ല. പക്ഷേ പ്രവാചകൻ അവിടെ ഒരു സംശയം തീർക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പ്രവാചകൻ ഇത്ര കൂടി പറഞ്ഞു, മനുഷ്യന്റെ രക്തത്തോടൊപ്പം പിശാച് സഞ്ചരിക്കും, മനുഷ്യനിൽ അത് ദുർബോധനമുണ്ടാക്കും. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ദുർബോധനമുണ്ടാക്കി നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. എത്രത്തോളം സൂക്ഷ്മതയും സുതാര്യതയുമാണ് പ്രവാചകന്റെ ഈ നിലപാടിൽ തെളിഞ്ഞു കാണുന്നത് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രവർത്തകർ എന്ന നിലയിൽ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സ്നേഹിതർ എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ടാവേണ്ട ഒരു സുതാര്യതയാണിത്. ആളുകൾ സംശയിക്കാതിരിക്കാനുള്ള സുതാര്യത. അത് നമ്മുടെ സാമ്പത്തിക രംഗത്ത്, അതുപോലെ സാമൂഹ്യ ജീവിതത്തില്, നമ്മുടെ കുടുംബ ജീവിതത്തില്, അതുപോലെ നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ തന്നെയും ഈ ട്രാൻസ്പെറൻസി കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഐഡന്റിറ്റിയെ, നമ്മുടെ വ്യക്തിത്വത്തെ ഉയർത്തുകയും ഉണർത്തുകയും ചെയ്യുന്ന ഒന്നാണ് എന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്യങ്ങളിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. പ്രവാചകൻ നമുക്ക് റോൾ മോഡലാണ്. ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് റോൾ മോഡല്, മാതൃകാ പുരുഷനാണ്. അങ്ങനെയാണ് പ്രവാചകനെ നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ജീവിതം എന്നത് സംഭവ ബഹുലമായിരുന്നു. സൂക്ഷ്മമായ പഠനവും അന്വേഷണവും നിരീക്ഷണവും ആവശ്യമായ ഒരു ജീവിതമായിരുന്നു പ്രവാചകന്റേത്. ആ പ്രവാചക ജീവിതം ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ സൂക്ഷ്മത നിലനിർത്തുന്നതിന് വേണ്ടി ലോകാവസാനം വരെ പണ്ഡിതന്മാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. പ്രവാചകന്റെ വചനങ്ങൾ ഏത്, പ്രവാചകന്റെ പേരിൽ കെട്ടിച്ചമച്ച വചനങ്ങൾ ഏത് എന്ന് വേർതിരിച്ചറിയുവാൻ വലിയ പരിശ്രമങ്ങൾ തന്നെ ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുണ്ട്. മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ ഈ രംഗത്ത് എത്ര വലിയ പരിശ്രമങ്ങളാണ്, ത്യാഗമാണ് നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണിത്? കാരണം പ്രവാചകന്റെ വചനങ്ങളാണ് മുസ്ലിം സമൂഹത്തെ ഇസ്ലാമുമായി ബന്ധിപ്പിക്കുന്ന സുരക്ഷിതമായ കണ്ണി എന്ന് പറയുന്നത്. കാരണം പ്രവാചകനോടൊപ്പം ജീവിച്ച സ്വഹാബത്ത് പ്രവാചകന്റെ പച്ചയായ ജീവിതം ഒപ്പിയെടുത്തുകൊണ്ട് നമുക്ക് അവതരിപ്പിച്ചു തരികയാണ്. പ്രവാചകന്റെ സദസ്സിൽ നിന്ന് കേട്ടത്, കണ്ടത്, പ്രവാചകന്റെ അംഗീകാരങ്ങള്, പ്രവാചകന്റെ മൗനം, ഇതെല്ലാം കേട്ടതും കണ്ടതും മനസ്സിലാക്കിയതും പ്രവാചകനോടൊപ്പം സഞ്ചരിച്ചവരാണ്, സഹവസിച്ചവരാണ്, പ്രവാചകന്റെ ഇണകളാണ്, പ്രവാചകന്റെ പ്രിയപ്പെട്ടവരാണ്.
അവരെയും നമ്മളെയും ബന്ധിപ്പിക്കുന്ന സൂക്ഷ്മമായ കണ്ണിയാണ് ഹദീസുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വഹാബത്തും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം എത്രമേൽ പവിത്രമാണ് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. ഇസ്ലാമിനെ വിമർശിക്കുന്ന, ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്ന മുഴുവൻ ശക്തികളും ആദ്യമായി കൈവെക്കുന്നത് ഹദീസുകളുടെ മേലാണ്, സ്വഹാബത്തിന്റെ മേലാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അപവാദം പറയുന്നു, ഇമാം ബുഖാരിയെ കുറിച്ച് അവർ അപവാദം പറയുന്നു. എന്തിനാണിത്? ഇസ്ലാമിനെ തകർക്കുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞത്, അസ്ഹാബി അമനതുൽ ലി ഉമ്മത്തി, എന്റെ സ്വഹാബത്ത് ഈ ഉമ്മത്തിനുള്ള സുരക്ഷയാണ്. എന്താണ് സുരക്ഷ എന്ന് പ്രവാചകൻ വിശദീകരിച്ചു. ആകാശത്തിന് നക്ഷത്രങ്ങൾ സുരക്ഷ നൽകുന്നത് പോലെ, ആകാശത്തിന് നക്ഷത്രങ്ങൾ സുരക്ഷ നൽകുന്നത് പോലെ സ്വഹാബത്ത് എന്റെ ഉമ്മത്തിനുള്ള സുരക്ഷയാണ്. അഥവാ ഈ ദീനിനെ കലർപ്പില്ലാതെ നമ്മളുമായി ബന്ധിപ്പിച്ച അതിശക്തമായ കണ്ണിയാണ് സ്വഹാബത്ത്. അതുകൊണ്ട് പ്രവാചകന്റെ വചനങ്ങൾ അവർ കണ്ടതുപോലെ രേഖപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ രേഖയിലൂടെ അവർ നമുക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുകയാണ്. ആ വചനങ്ങൾ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മാതൃകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് അല്ലാഹുവിന്റെ റസൂലില്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാതയെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ആ പാതയാണ് സുരക്ഷിത പാത. ആ പാതയാണ് മുഅ്മിനീങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന പാത എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞത്, പ്രവാചകൻ വല്ലാത്ത പ്രോത്സാഹനമായിരുന്നു ഒപ്പമുണ്ടായിരുന്ന ആളുകൾക്ക്. നമ്മളെ ഒപ്പമുള്ള ആളുകൾക്ക് പ്രോത്സാഹനം നൽകാൻ, നമ്മുടെ കൂടെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നിരാശരാക്കുന്ന വർത്തമാനങ്ങളാണോ നമ്മളിൽ നിന്നുണ്ടാകുന്നത്? പലപ്പോഴും നമ്മളിൽ നിന്ന് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല, ഇവിടെ ഒന്നും നടക്കുന്നില്ല, അത് എന്തോ ഉണ്ടായിട്ടെന്ത് കാര്യം നടക്കാൻ കഴിയുന്നില്ല. കുടുംബത്തിലായാലും പ്രസ്ഥാനത്തിലായാലും കൂട്ടുകാരിലായാലും ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ പോലും തളർത്തുന്ന കാര്യമാണ്. പലപ്പോഴും നമുക്കിടയിലൊക്കെ അത്തരം വർത്തമാനങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ പ്രവാചകന്റെ സമീപനം അങ്ങനെയാണോ? അല്ല. പ്രവാചകൻ ഒരു കാര്യം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് നടക്കും. ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, അല്ലാഹു അത് പൂർത്തീകരിച്ച് തരുമെന്ന് പ്രവാചകൻ വിശദീകരിക്കുമ്പോൾ അവർ അതിന്റെ പിന്നാലെ പരിശ്രമിച്ചുകൊണ്ട് മുന്നേറുന്നതാണ് നമുക്ക് ഏതേത് കാര്യത്തിലും സഹാബത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രവാചകന്റെ സ്വഭാവം ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. പ്രവാചകനെ സംബന്ധിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുകയാണ്, എന്നെ നിങ്ങളിലേക്ക് നിയോഗിച്ചിരിക്കുന്നത് മഹിതമായ സ്വഭാവ ഗുണങ്ങള്, മഹിതമായ മൂല്യങ്ങള് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടിയാണ്. കാരണം ലോകാവസാനം വരെ ഈ ഭൂമുഖത്ത് ജീവിക്കേണ്ട ഒരു ജനതയിലേക്കുള്ള പ്രവാചകനാണ്. നിങ്ങൾക്ക് ചില മൂല്യങ്ങൾ അനിവാര്യമാണ്, സ്വഭാവം അനിവാര്യമാണ്. നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ കർമ്മവും നിങ്ങളുടെ ജീവിതവും ഒക്കെ ശരിയാകുന്നത് പോലെ തന്നെ നിങ്ങളുടെ പെരുമാറ്റങ്ങളും ഇടപാടുകളും ഇടപഴകലുകളും വർത്തമാനങ്ങളും സമീപനങ്ങളും ഒക്കെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. എങ്കിലേ ഒരു സമൂഹം നിലനിൽക്കുകയുള്ളൂ, കുടുംബം നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ സ്ഫോടനാത്മകമായ സ്തോഭജനകമായ സാഹചര്യമായിരിക്കും കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ കൃത്യമായിരിക്കണം, നിങ്ങളുടെ പെരുമാറ്റം ശുദ്ധമായിരിക്കണം, നിങ്ങളുടെ നിലപാടുകൾ വ്യക്തമായിരിക്കണം. ഇതാണ് എന്നെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ദൗത്യമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ പഠിപ്പിച്ചു തരികയാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ആകാംക്ഷയുണ്ടാക്കുന്ന, പ്രതീക്ഷയുണ്ടാക്കുന്ന, ജനങ്ങൾക്ക് മുന്നേറാൻ പ്രതീക്ഷ നൽകുന്ന വാക്കുകളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പ്രവാചകൻ പറയ, ബശ്ശിറു വലാ തുനഫിറു വയസ്സിറു വലാ തുഅസ്സിറു. നിങ്ങൾ ജനങ്ങൾക്ക് സുവാർത്ത അറിയിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് പറഞ്ഞുകൊണ്ട്, നടക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തളർത്തുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ആളുകളോട് സന്തോഷം പങ്കിടുക, നടക്കും, അതെല്ലാം തന്നെ നമുക്ക് ശരിയാക്കാൻ കഴിയും
ഈ രൂപത്തിലുള്ള വർത്തമാനങ്ങളാണ് നിങ്ങളിൽ നിന്നുണ്ടാവേണ്ടത്. ഒരിക്കലും ആളുകളെ വെറുപ്പിക്കുന്ന വർത്തമാനങ്ങൾ ഉണ്ടാവരുത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. എങ്ങനെയാണ് വെറുപ്പിക്കുന്ന വർത്തമാനം? നമ്മളൊക്കെ എങ്ങനെ പ്രവർത്തിച്ചിട്ട് എന്താണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ ജീവിച്ചിട്ട് എന്താണ്, നമ്മളൊക്കെ എങ്ങനെ പഠിച്ചിട്ട് എന്താണ്, ഇങ്ങനെ പറയുന്ന ഒരുപാട് ആളുകൾ നമ്മളെ നിത്യേന എന്നോണം നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കും. അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് സലാം എന്നുള്ളതാണ്. നെഗറ്റീവ് എനർജിയാണ് നമുക്കൊരാൾ നൽകുന്നതെങ്കിൽ അയാളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കടമ തന്നെ. കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഏത് രംഗത്തായാലും നെഗറ്റീവ് എനർജി പകർന്നു നൽകുന്നവരെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് വിജയത്തിന്റെ മാനദണ്ഡമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. മഹാനായ പ്രവാചകൻ പറഞ്ഞു, വയസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ ആളുകൾക്ക് എളുപ്പമാക്കി കൊടുക്കുക. ഒരിക്കലും കാര്യങ്ങള് കെട്ടിക്കൊടുക്കുകൾ ഉണ്ടാക്കാൻ പാടില്ല. അതും ഇതും പറഞ്ഞ ആളുകൾക്ക് സങ്കീർണത ഉണ്ടാക്കുന്ന കാര്യങ്ങള് നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. പ്രത്യേകിച്ച് മതവിഷയം. ഈ മതം എളുപ്പമാണ്. ഇത് ഫോളോ ചെയ്യാൻ, പ്രാക്ടിക്കലാക്കാൻ ഒക്കെ എളുപ്പമുള്ള ഒരു മതമാണ്. അതിനെ സങ്കീർണമാക്കി അവതരിപ്പിക്കാൻ പാടില്ല. ആളുകൾക്ക് ആവേശമുണ്ടാക്കുന്ന, ആളുകൾക്ക് പ്രോത്സാഹനം നൽകുന്ന രൂപത്തിലാണ് അതിനെ അവതരിപ്പിക്കേണ്ടത്. പലപ്പോഴും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മതമെന്ന പേരിൽ അവതരിപ്പിക്കപ്പെടുന്ന പല കാര്യങ്ങളും നമ്മളെ അതിസങ്കീർണതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും നമ്മെ കുരുക്കിലകപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? വിശുദ്ധ ഖുർആനിനും തിരുനബിയുടെ ചര്യയ്ക്കും എതിരായിക്കൊണ്ട് സ്വന്തം വ്യാഖ്യാനങ്ങളും ആഖ്യാനങ്ങളും കെട്ടിച്ചമച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ആത്മീയതയുടെ പേരിൽ ഇത്തരം തള്ളുകൾ നടത്തുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഇവിടെയാണ് ഖുർആനും ഹദീസുമാണ് നമുക്ക് സുവാർത്ത അറിയിക്കുന്നത്. അത് കുരുക്കുകൾ അഴിക്കുന്നതാണ്, നമ്മുടെ മുതുകുകളിൽ നിന്ന് ഭാരം ഇല്ലാതാക്കുന്നതാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഓതിക്കൽപ്പിച്ചിരുന്ന ഒരു വചനം, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തില്, ദിവ്യകാരുണ്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. മനുഷ്യ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കും, കുറവുകൾ ഉണ്ടാകും. പരിശുദ്ധ റമദാനിൽ ഉണ്ടാകുന്ന ഭക്തി പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ ഈമാൻ അൽ-ഈമാനു യൻഖുസു വയസീദു എന്നാണ്. യസീദു വയൻഖുസു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അൽ-ഈമാനു യസീദു വയൻഖുസു, ഈമാൻ വർദ്ധിക്കുകയും കുറയുകയും ചെയ്യും. പ്രവാചകനോടൊപ്പം ഇരുന്നിരുന്ന സമയത്തുണ്ടായിരുന്ന ഈമാൻ സ്വഹാബത്തിന് പുറത്തു പോയാൽ ഉണ്ടായിരുന്നില്ല. ഞാനും നിങ്ങളും അങ്ങനെ തന്നെയാണ്, സാധാരണക്കാരായ ആളുകളാണ്. നമ്മുടെ ജീവിതത്തിൽ ഈമാൻ കുറയും, കൂടും. ചില ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഈമാൻ ഉണ്ടാകും, പക്ഷെ പ്രാക്ടിക്കലായ സന്ദർഭങ്ങൾ നമുക്കത് കുറയും. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഉത്ബോധനങ്ങൾ നിരന്തരമായിട്ട് നമ്മൾ കേൾക്കുകയും ഉത്ബോധനങ്ങളിലൂടെ നാം വളരുകയും ചെയ്യുന്നത്. ഒരിക്കലും തന്നെ നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു പോയി, എൻ്റെ ജീവിതത്തിൽ ആ തെറ്റ് സംഭവിച്ചു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്നുള്ളതാണ് ഈ വചനങ്ങളെല്ലാം നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു, അജബൻ ലി അംരിൽ മുഅ്മിൻ ഇൻ അസാബതുഹു സറ ശകറ വ ഇൻ അസാബതുഹു ലറ സ്വബറ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. എന്താണ് അത്ഭുതം എന്ന് പറയുന്നത്? അവൻ ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷമുണ്ടാകുമ്പോൾ അവൻ അല്ലാഹുവിന് ശുക്ർ രേഖപ്പെടുത്തും. അവൻ ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവൻ ക്ഷമിക്കും. അതാണ് ഒരു വിശ്വാസിയെ വേറിട്ട് നിർത്തുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാവും. സന്തോഷമുണ്ടാകുമ്പോൾ മതിമറക്കേണ്ടവരല്ല ഒരു വിശ്വാസി. വിഷമങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകുമ്പോൾ ക്ഷമ ഇല്ലാതെ പെരുമാറുന്നവനല്ല ഒരു സത്യവിശ്വാസി. ഈ രണ്ട് സന്ദർഭങ്ങളിലും മിതത്വത്തിന്റെ പാത സ്വീകരിക്കുന്നവനാണ് ഒരു വിശ്വാസി. ജീവിതത്തിൽ ഒട്ടനവധി പരീക്ഷണങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. പരീക്ഷണങ്ങൾ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാർട്ടാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പരീക്ഷണങ്ങൾ എന്നത് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ അർത്ഥമാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞങ്ങളാണ് ഈ ഭൂമുഖത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നവർ. ഞാനും നിങ്ങളും ഒക്കെ വിചാരിക്കുന്നത് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കൈയൊഴിഞ്ഞു എന്നാണ്. അങ്ങനെയാണോ? ഒരിക്കലുമല്ല. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധികള്, കുടുംബ പ്രശ്നങ്ങള്, മക്കളുടെ രോഗങ്ങള്, ജോലിയില്ലായ്മ, സാമൂഹികമായ ഒറ്റപ്പെടല്, ഇങ്ങനെ പരീക്ഷണ പർവ്വങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ
പിശാച് നമുക്ക് ഓതിത്തരുന്ന ഒരു ദുർബോധനം നിന്നെ ദൈവം കൈവിട്ടിരിക്കുന്നു എന്നാണ്. അല്ല, ദൈവം എന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നു, അല്ല എന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. കാരണം പരീക്ഷണങ്ങൾ എന്നുള്ളത് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന സ്വർഗത്തിലെ ഉന്നതമായ പദവിയിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം എത്താൻ കഴിയുന്നില്ലെങ്കിൽ പരീക്ഷണങ്ങളിലൂടെ ആ ഉന്നതമായ പദവിയിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കുന്നതാണ് എന്ന തിരിച്ചറിവാണ് വിശ്വാസികൾക്കുണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് ഉലുൽ അസ്മ് മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ച് വലിയ ത്യാഗം സഹിച്ച, പരീക്ഷണങ്ങൾ സഹിച്ച പ്രവാചകന്മാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പ്രവാചകന്മാർ എത്ര വലിയ പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു വന്നത്. അള്ളാഹു കൈവിട്ടത് കൊണ്ടാണോ പരീക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്? അല്ല, അള്ളാഹു ചേർത്തു പിടിച്ച മഹാന്മാരായ പ്രവാചകന്മാര് ആ പരീക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിന് കൂടുതൽ സ്ഫുടത നൽകി, കൂടുതൽ ശക്തി നൽകി, കൂടുതൽ മുന്നേറാനുള്ള കരുത്ത് അവർക്ക് നൽകുകയായിരുന്നു. അതാണ് സഹോദരങ്ങളെ ലോകത്തിന്റെ പ്രവാചകൻ പറയുന്നത്, പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക എന്നത്. ഇന്ന് നോക്കൂ നിങ്ങൾ, മുസ്ലിം ലോകം കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പ്രവാസികളുടെ കുടുംബങ്ങള് നെഞ്ചിൽ തീ കൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധം നടന്ന സന്ദർഭത്തിൽ, 90കളിൽ യുദ്ധം നടന്ന സന്ദർഭത്തിൽ നമ്മുടെ സഹോദരങ്ങളായ ആളുകൾക്ക് ഗൾഫ് രാജ്യങ്ങൾ വിട്ട് നാട്ടിലേക്ക് വരേണ്ടി വന്നു. അതുണ്ടാക്കിയ സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയായിരുന്നു. അങ്ങനെയുള്ള ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ, ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാട്ടിൽ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി പരിശുദ്ധ റമദാനിൽ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് നമ്മളിൽ നിന്ന് വേണ്ടത്. നമുക്ക് അവർ ഉപജീവനം നൽകുകയാണ്. എത്രയോ കുടുംബങ്ങളാണ് അവരെ ആശ്രയിച്ചുകൊണ്ട് ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ ആയിരങ്ങളാണ് അവിടെ പ്രവാസികളായി ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് തൊഴിൽ നൽകുന്ന തൊഴിൽദാതാക്കള് ആ നാടിന്റെ മക്കളാണ്. ആ നാട്ടിൽ സ്വസ്ഥതയും സമാധാനവും നശിച്ചു പോയാൽ അത് നമ്മുടെ എല്ലാം ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ നിത്യജീവിതത്തിന്, നമ്മുടെ സാമൂഹ്യ പ്രവർത്തനത്തിന്, നമ്മുടെ ദഅ്വാ പ്രവർത്തനത്തിന് ഒക്കെ ആ രാജ്യങ്ങൾ നൽകുന്ന വലിയ പിന്തുണ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആ രാജ്യങ്ങളിലെ മനുഷ്യര് കഴിഞ്ഞ മണിക്കൂറുകള് അങ്ങേയറ്റം അസ്വസ്ഥതയിലും ഉത്കണ്ഠയിലുമാണ് ജീവിച്ചത് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. പരിശുദ്ധ റമദാനിൽ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തുമ്പോൾ ആ നാട്ടിന്റെ നന്മയ്ക്ക് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും മനമുരുകി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. യുദ്ധമൊന്നിനും പരിഹാരമല്ല. യുദ്ധം വീണ്ടും സങ്കീർണതകളും പ്രശ്നങ്ങളും സംഘർഷങ്ങളും ലോകത്ത് കൊണ്ടുവരിക മാത്രമാണ് ചെയ്യുന്നത്. ആരെങ്കിലും വിജയിച്ചു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്നും ആത്യന്തികമായ യുദ്ധവിജയങ്ങളല്ല. ഒരു യുദ്ധം മറ്റൊരു യുദ്ധത്തിന് കോപ്പുകൂട്ടുകയും മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നല്ലാതെ യുദ്ധങ്ങൾ ലോകത്തൊരിക്കലും തന്നെ സമാധാനം കൊണ്ടുവരികയില്ല. അതുകൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മളിൽ ഉണ്ടാവണം. ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൽ നമ്മൾ ഭരമേൽപ്പിക്കണം. അള്ളാഹു എന്താണോ തീരുമാനിച്ചത് അതുമാത്രമാണ് നടക്കുക എന്ന തീർച്ചയായിട്ടുള്ള വിശ്വാസമാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടത്. നമ്മൾ പലതും പ്ലാൻ ചെയ്യും, നമ്മൾ പലതും എഴുതി വെക്കും, നമ്മൾ പലതും സ്വപ്നം കാണും. എന്നാൽ അതെല്ലാം നടപ്പിലാക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കാറുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നാളെ ചെയ്യും, മറ്റന്നാൾ ചെയ്യുമെന്ന് പറയാറുണ്ട്, എന്തെല്ലാം കാര്യങ്ങളെ സംബന്ധിച്ച് സ്വപ്നങ്ങൾ നെയ്തെടുക്കാറുണ്ട്. പക്ഷേ എല്ലാം പ്ലാൻ ചെയ്യുന്നത് ആകാശത്തുള്ള പരമകാരുണികനായ റബ്ബ് മാത്രമാണ്. അതുകൊണ്ട് ആ റബ്ബ് എന്താണോ നമുക്ക് തീരുമാനിച്ചിട്ടുള്ളത് അതുമാത്രമാണ് നടക്കുക. അത് കരുതി നമുക്കൊന്നും ചെയ്യാനില്ല എന്നല്ല, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വ്യക്തമായി നമ്മൾ ചെയ്യുകയും റബ്ബിൽ തവക്കുലാക്കുകയും ചെയ്യുക. ഇതാണ് നമുക്ക് ശക്തി നൽകുന്ന, ആന്തരിക ബലം നൽകുന്ന ഒരു വചനമെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് വല്ലാത്ത സന്തോഷം നൽകിയ പ്രവാചകനായിരുന്നു. പ്രവാചകനെ എപ്പോൾ കാണുമ്പോഴും പ്രവാചകൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് ജനങ്ങളെ അഭിമുഖീകരിച്ചിരുന്നത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ പറഞ്ഞു, അൽ കലിമത്തു ത്വയ്യിബ സ്വദഖ, നല്ല വാക്കുകൾ പറയുന്നത് ദാനധർമ്മത്തിന് തുല്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ദാനധർമ്മം ചെയ്താൽ ഒരാൾക്കുണ്ടാകുന്ന പ്രതിഫലം നല്ല വാക്കുകൾ കൊണ്ട് ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രോത്സാഹനമാണ്. നിങ്ങൾ നോക്കൂ, നമ്മളിൽ നിന്നൊരു വിശ്വാസിയിൽ നിന്ന് നല്ല വാക്കുകൾ ഉണ്ടാവണം. നമ്മുടെ കൂട്ടുകാരനോട്, നമ്മുടെ ഇണയോട്, നമ്മുടെ സഹപ്രവർത്തകനോട്, നമ്മുടെ സഹോദരനോട്, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാവരോടും നല്ല വാക്ക് പറയാൻ യാതൊരു മുടക്കുമില്ല. നമ്മോട് സ്വതക്ക ചോദിച്ചു വരുന്ന ആളോട് പോലും
നല്ല വർത്തമാനം പറഞ്ഞയക്കണമെന്നാണ് ലോകത്തിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നല്ല വർത്തമാനങ്ങൾ കൊണ്ട് ശത്രുവിന്റെ മനസ്സിനെ പോലും കീഴടക്കുവാൻ നമുക്ക് സാധിക്കും. ഇത് നിങ്ങൾ പ്രതിരോധം തീർക്കേണ്ടത് കൂടുതൽ നന്മ കൊണ്ടാണ്. നമ്മളോടൊരാൾ വലിയ വിരോധം വെച്ച് പുലർത്തുന്നു, അയാളോട് ആ വിരോധം കൊണ്ട് തന്നെ നാം നേരിടുകയാണെങ്കിൽ നമുക്കൊരിക്കലും തന്നെ വിജയിക്കുവാൻ കഴിയില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ വിരോധിയുടെ മനസ്സ് നാം കീഴടക്കേണ്ടത് കൂടുതൽ നന്മ ചെയ്തുകൊണ്ടാണ്. ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിച്ചു, പ്രവാചകരെ, ഞാൻ എൻ്റെ ബന്ധുക്കളോട് ആത്മാർത്ഥമായ പെരുമാറ്റവും സ്വഭാവവും നല്ല രൂപത്തിലുള്ള കാര്യങ്ങളാണ് അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ബന്ധുക്കൾ എന്നോട് ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും മോശമായിട്ട്. മഹാനായ പ്രവാചകൻ പറഞ്ഞു, നിന്റെ നന്മയെ നീ തുടർത്തിക്കൊണ്ടേയിരിക്കുക, അവർക്കുള്ളത് അല്ലാഹു കൊടുത്തുകൊള്ളും എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിന്റെ നന്മയെ ഒരിക്കലും തന്നെ അവരുടെ പെരുമാറ്റം തടസ്സപ്പെടുത്തരുത് എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. എനിക്കും നിങ്ങൾക്കുമൊക്കെ പിശാച് ദുർബോധനം നൽകുന്നത്, അവൻ അങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ, അവൾ അങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ എന്തിനപ്പം ഞാൻ അവനോട് നന്നായിട്ട് പെരുമാറുന്നത് എന്ന ദുർബോധനമാണ് എന്റെയും നിങ്ങളുടെയും മനസ്സിൽ പിശാച് ഇട്ട് തരാറുള്ളത്. അല്ല, നമ്മളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതിനേക്കാൾ മഹത്തരമായ രൂപത്തിലുള്ള പെരുമാറ്റം കൊണ്ടാണ് മനുഷ്യ ഹൃദയങ്ങളെ കീഴടക്കേണ്ടത് എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മാത്രമല്ല, ലോകത്തിന്റെ പ്രവാചകൻ ആളുകളോട് സംസാരിച്ചിരുന്നത് വളരെ വ്യക്തമായിട്ടായിരുന്നു. പ്രവാചകൻ സംസാരിക്കുമ്പോൾ പ്രവാചകന്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന വർത്തമാനമായിരുന്നു. ഒരാൾ വ്യക്തമായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ അയാളുടെ വ്യക്തിത്വത്തെ നമുക്ക് അളക്കാൻ കഴിയും. ഒരാൾ നിഗൂഢമായിട്ടാണ് സംസാരിക്കുന്നത്, മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെയും ഇവിടെയും കുത്തും കോമയും കുന്തവും വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അയാളെ നമുക്ക് അളക്കാൻ കഴിയില്ല. ലോകത്തിന്റെ പ്രവാചകൻ എങ്ങനെയായിരുന്നു സംസാരിച്ചിരുന്നത് എന്ന് നോക്കൂ. നിങ്ങൾ പ്രവാചകൻ പഠിപ്പിക്കുന്നത്, കാന യുഹദ്ദിസു ഹദീസൻ ലൗ അദ്ദഹുൽ ആദ്ദു ലഅഹ്സാഹു. പ്രവാചകൻ സംസാരിക്കുന്ന വാക്കുകൾ മണിമണിയായിട്ടായിരുന്നു, എണ്ണി എടുക്കാൻ കഴിയുന്ന രൂപത്തിലായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് പ്രവാചകനെ കേൾക്കാൻ കാതുകൂർപ്പിച്ചുകൊണ്ട് സ്വഹാബത്ത് പ്രവാചകന്റെ മുന്നിൽ ഇരുന്നിരുന്നത്. പ്രവാചകൻ മൊഴിയുന്ന ഒരു വാക്ക് പോലും എനിക്ക് നഷ്ടപ്പെടരുത് എന്ന ഏറ്റവും വലിയ ചിന്തയായിരുന്നു ആ സ്വഹാബത്തിന് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നത്. നല്ല വർത്തമാനങ്ങൾ, വ്യക്തമായ വർത്തമാനങ്ങൾ ഒരു മനുഷ്യന് നൽകുന്ന പോസിറ്റീവ് എനർജി വളരെ വലുതായിരിക്കും. ചില ആളുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ പോരുമ്പോൾ അയാൾ നല്ല സംസാരമാണ്, അല്ലെങ്കിൽ അയാൾ സംസാരിച്ചത് എനിക്ക് വല്ലാത്തൊരു സമാധാനം നൽകുന്ന വർത്തമാനമായിരുന്നു എന്ന് നമ്മൾ പറയാറില്ലേ? ചില ഡോക്ടർമാരുടെ അടുക്കൽ പോകുമ്പോൾ, ചില ആളുകളെ കാണുമ്പോൾ ഒക്കെ അവർ നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, അത് വല്ലാത്തൊരു അനുഭവമായിരിക്കും. ചിലരെ അടുക്കൽ ചെല്ലുമ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജിയുമായിട്ടായിരിക്കും നമ്മൾ തിരിച്ചു പോവുക. രോഗികളെ കാണുമ്പോൾ പോസിറ്റീവ് എനർജി കൊടുക്കണമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിക്കാനുള്ള കാരണം അതാണ്. അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പോരണം. അല്ലാതെ ഇങ്ങനെയുള്ള രോഗം കൊണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മളെ അടുക്കൽ 2 ആൾക്കാർ മരിച്ചിരുന്നു എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ടല്ല പോരേണ്ടത്. ഇങ്ങനെ പോരുന്ന എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇങ്ങനെ ഓരോ കാര്യത്തിലും ലോകത്തിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകൾ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ പറയാം, അലാ ഉഖ്ബിറുക്കും ബി അഫ്ളല മിൻ ദറജത്തി സിയാമി വസ്സലാത്ത് വസ്സദഖാത്ത്. നമസ്കാരത്തേക്കാൾ, നോമ്പിനേക്കാൾ, സ്വതക്കയേക്കാളൊക്കെ പ്രതിഫലമുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം തന്നെ പ്രതിഫലമുള്ള, അതിനേക്കാളൊക്കെ പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ട് പ്രവാചകൻ പറഞ്ഞത് ഇസ്ലാഹു ദാത്തിൽ ബൈൻ. വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഭിന്നിച്ചു നിൽക്കുന്ന ആളുകൾക്കിടയിൽ ഐക്യവും രഞ്ജിപ്പും ഉണ്ടാക്കലാണ് ഏറ്റവും പ്രതിഫലാർഹമായ കാര്യമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. കുടുംബങ്ങളെ ഒന്നിപ്പിക്കുവാൻ നമുക്ക് കഴിയണം, സഹോദരങ്ങളെ ഒന്നിപ്പിക്കുവാൻ നമുക്ക് കഴിയണം, സാമൂഹികമായ അകലമില്ലാതാക്കാൻ നമുക്ക് കഴിയണം, ഒന്നിച്ചിരിക്കാൻ, ഒത്തിരിക്കാൻ നമുക്ക് കഴിയാവുന്ന മേഖലകളിലെല്ലാം തന്നെ കഴിയുക എന്നതും ലോകത്തിന്റെ പ്രവാചകൻ പ്രോത്സാഹനം നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളായാലും കുട്ടികളായാലും ഒക്കെ അവരെ ചേർത്ത് നിർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പ്രവാചകൻ പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളിൽ ഏറ്റവും മാന്യൻ നിങ്ങളുടെ കുടുംബത്തിലെ മാന്യനാണ്, അല്ലെങ്കിൽ കുടുംബത്തോട്
നന്നായി പെരുമാറുന്നവനാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാളുടെ ഐഡന്റിറ്റിയെ, ഒരാളുടെ വ്യക്തിത്വത്തെ അളക്കാനുള്ള ഏറ്റവും നല്ല ഒരു സൂചകമായി കൊണ്ട് പഠിപ്പിക്കുന്നത് അയാളുടെ കുടുംബത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. അയാളുടെ ഭാര്യയോട്, അയാളുടെ മക്കളോട് അയാൾ എങ്ങനെ പെരുമാറുന്നു, സഹോദരങ്ങളോട് എങ്ങനെ പെരുമാറുന്നു. പരിശുദ്ധ റമദാനിൽ നാം തറാവീഹ് നമസ്കരിക്കുന്നു, സദഖ നൽകുന്നു, രാത്രി ദീർഘമായി പ്രാർത്ഥിക്കുന്നു. പക്ഷേ എൻ്റെ ഉമ്മയോട് ഞാൻ മിണ്ടുന്നില്ല, എൻ്റെ വാപ്പയോട് ഞാൻ മിണ്ടുന്നില്ല, എൻ്റെ സഹോദരിയോട് ഞാൻ സംസാരിക്കുന്നില്ല, എൻ്റെ ഭാര്യയോട് സംസാരിച്ചിട്ട് എത്രയോ കാലമായി. മക്കളുമായിട്ട് വലിയ സംഘർഷത്തിലാണ്, ചെറിയൊരു സ്ഥലത്തിന്റെ പേരില്, പ്രോപ്പർട്ടിയുടെ പേരില്. ഇങ്ങനെയൊക്കെ ബന്ധങ്ങൾ ശിഥിലമായ സാഹചര്യത്തിൽ പരിശുദ്ധ റമദാനിൽ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാൾ നിർബന്ധമായും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അയാളോട് തന്നെ ചോദിക്കേണ്ടത്, എൻ്റെ ബന്ധങ്ങൾ നന്നാക്കുമ്പോഴാണ് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് വർദ്ധിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ബന്ധങ്ങൾ നന്നാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിക്കൊണ്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്തിന്റെ പ്രവാചകൻ ബന്ധങ്ങൾ നന്നാക്കുന്നതിനെ അത്രത്തോളം പ്രോത്സാഹിപ്പിച്ചതാണ്. ഇണകളുമായിട്ടുള്ള ബന്ധം നന്നാവുന്നതിന്റെ പ്രാധാന്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന്റെ കാര്യത്തിൽ പോലും വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നോക്കൂ, പ്രവാചകൻ പറഞ്ഞു, ഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹു അൽ ഫിർദൗസ. നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ ഏറ്റവും ഉന്നതമായ ഫിർദൗസ് തന്നെ ചോദിക്കുക. ഏറ്റവും ഉന്നതമായ സ്വർഗത്തിലെ പദവിയായി ഫിർദൗസ് തന്നെ നിങ്ങൾ ചോദിക്കുക എന്നാണ് ലോകത്തിന്റെ പ്രവാചകൻ പറയുന്നത്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹ് തരുകയാണെങ്കിൽ തരട്ടെ, സ്വർഗത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചോദിച്ചോളി എന്നല്ല, നിങ്ങൾ ഉന്നതമായ സ്വർഗം തന്നെ ചോദിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് പ്രോത്സാഹനമാണ്. ഏറ്റവും ഉന്നതമായത് നിങ്ങൾ ചോദിക്കുക. അങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഉന്നതമായ നിലയിലെത്തുവാൻ നിങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തും, നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കും, നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നത് ഏറ്റവും ഉന്നതമായ സ്വർഗം തന്നെ ചോദിക്കുക എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് കാര്യത്തിലും നമ്മെ ഉണർത്തുകയാണ്, വളർത്തുകയാണ്, മുന്നേറാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. പ്രവാചകന്റെ വാക്കുകളും നിലപാടുകളും ഒക്കെ പരതുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പ്രചോദനമാണ് കാണാൻ കഴിയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദ്ഖുലുൽ ജന്നത അഖ്വാമുൻ അഫ്ഇദതുഹും മിസ്ലു അഫ്ഇദതി ത്വയ്ർ. നാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പ്രത്യേകത പ്രവാചകൻ പറയുക, അവർ പക്ഷികളെ പോലെ ഹൃദയമുള്ളവരായിരിക്കും. നാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വിഭാഗം ആളുകളെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ പക്ഷികളുടെ ഹൃദയത്തിന്റെ പ്രത്യേകത? ഒരു പക്ഷി മരക്കൊമ്പിൽ ഇരിക്കുമ്പോ അതിന്റെ കണ്ണുകൾ നാനാവശത്തേക്കുമായിരിക്കും. അതിനെ ആരെങ്കിലും എറിയാൻ വരുന്നുണ്ടോ, അത് എല്ലാ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും അത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. മാത്രമല്ല, അത് കൂടുകളിൽ നിന്ന് അല്ലാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് രാവിലെ പുറപ്പെടുകയാണ്, അവയുടെ ഭക്ഷണം തേടി, അന്നം തേടിക്കൊണ്ട്. ദൂരെ ഏതെങ്കിലും ദിക്കിൽ പാടത്തുപോയി മണികൾ കൊത്തിയെടുത്ത് അവ മേട നിറഞ്ഞവയായിക്കൊണ്ട് കൂടുകളിലേക്ക് തിരിച്ചു വരികയാണ്. അല്ലാഹുവിൽ തവക്കുലാക്കുന്ന ഒരു വിഭാഗമായിരിക്കും നാളെ പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുക. മാത്രമല്ല, നിർമ്മലമായ ഹൃദയത്തിന്റെ ഉടമകളാണ് പക്ഷികളുടെ ഹൃദയം എന്ന് അതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹൃദയത്തിൽ മാരകമായ രോഗങ്ങളില്ലാത്ത ആളുകൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. എന്താണ് ഹൃദയത്തിലെ മാരകമായ രോഗങ്ങൾ എന്ന് പറയുന്നത്? വിദ്വേഷവും വെറുപ്പും അസൂയയും അതുപോലുള്ള മഹാരോഗങ്ങൾ, അത് മഹാവൈറസുകളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഫീ ഖുലൂബിഹിം മറദുൻ. അവരുടെ ഹൃദയത്തിൽ ചില രോഗങ്ങളുണ്ട്. നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും ഞരമ്പുകൾക്ക്, നാഡികൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പല വിധത്തിലുള്ള ചികിത്സകളുമുണ്ട്. എന്നാൽ ഹൃദയത്തെ കാർന്നു തിന്നുന്ന വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അസൂയയുടെയും അഹങ്കാരത്തിന്റെയും മാരകമായ വൈറസുകളെ തുരത്താൻ ഈമാനിന്റെ വെളിച്ചത്തിന് മാത്രമേ, ഹുദയുടെ വെളിച്ചത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം എൻ്റെ സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളും ഈ ഹാള് വിട്ടു പോകേണ്ടത്. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നത് മാത്രമാണ് പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അതുവഴി മാത്രമേ നമുക്ക് ഈമാനിന്റെ ഉയരങ്ങളിലേക്ക് നമുക്ക് പറക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ പക്വതയും പാകതയും ഉണ്ടാവണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ തിരുത്തുകയും ശാസിക്കുകയും ചെയ്തു. അതും അവർക്ക് പോസിറ്റീവ് എനർജിയാണ് നൽകിയത്. തിരുത്തുന്നതും ശാസിക്കുന്നതും ഒരിക്കലും നെഗറ്റീവ് എനർജി നൽകുന്നതല്ല. അതിനങ്ങനെ കാണാൻ കഴിയണം. ഒരാൾ നമ്മെ ശാസിച്ചാൽ, ഉമ്മ നമ്മളെ ശാസിച്ചാൽ, വാപ്പ നമ്മളെ ശാസിച്ചാൽ,
നമ്മുടെ നേതൃത്വം നമ്മളെ ശാസിച്ചാൽ, നമ്മളെ തിരുത്തിയാൽ അത് നമ്മുടെ ഗുണത്തിനാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഷജ് അബ്ദുൽ ഖൈസിനോട് പറഞ്ഞു, ഇന്ന ഫീക ഖസ്ലതൈനി യുഹിബ്ബുഹുമുല്ലാഹ്, നിന്നിൽ രണ്ട് സ്വഭാവങ്ങൾ നല്ല സ്വഭാവങ്ങളായിട്ട് ഞാൻ കാണുന്നുണ്ട്. അൽ ഹിൽമു വൽ അനാത്, അത് പക്വതയും പാകതയുമാണ് എന്ന്. ഏതൊരു കാര്യത്തിലും എടുത്തുചാട്ടവും വികാരവും മനുഷ്യനെ നശിപ്പിക്കുകയാണ് ചെയ്യുക. കുടുംബത്തിലായാലും സമൂഹത്തിലായാലും പ്രവർത്തന രംഗത്തായാലും എടുത്തുചാട്ടങ്ങൾ നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ നന്മകളെയും നശിപ്പിക്കുന്നതായിരിക്കും. കുടുംബത്തിൽ എടുത്തു ചാടുന്ന സ്വഭാവക്കാരന് ഒരിക്കലും ആ കുടുംബത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. സമൂഹത്തിൽ അത്തരം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സമൂഹത്തെ നയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പക്വതയും പാകതയുമാണ് ഈ രംഗങ്ങളിലെല്ലാം തന്നെ നമുക്കുണ്ടാവേണ്ടത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകന്റെ വചനങ്ങൾ നമുക്ക് വലിയ പ്രചോദനം നൽകുന്നതാണ്, നമുക്ക് വലിയ ആവേശം നൽകുന്നതാണ്. പ്രവാചക വചനങ്ങൾ സൂക്ഷ്മമായി പരതിയാൽ അത്തരം ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു പ്രാർത്ഥന കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ബുഖ്ലി വൽ ജുബൻ വളലൈദ് ദൈൻ വഖഹ്രി റിജാൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ്: അല്ലാഹുവേ, ദുഃഖം, ടെൻഷൻ, മടി, അതുപോലെ തന്നെ ഭീരുത്വം, അതുപോലെ അലസത, ഇതിൽ നിന്നൊക്കെ അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. കടത്തിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് രക്ഷ ചോദിക്കുന്നു. പിശുക്കിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനയാണ്. ഒരു മനുഷ്യനെ തളർത്തുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. ദുഃഖം ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, ടെൻഷൻ ഒരാളുടെ ജീവിതത്തെ കീഴടക്കി കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിന്റെ എല്ലാ സൗന്ദര്യങ്ങളും ഇല്ലാതാകുകയാണ്. അയാളുടെ പണവും പ്രതാപവും കുടുംബ സെറ്റപ്പും അതുപോലെ അദ്ദേഹത്തിന്റെ അധികാരവും എല്ലാം തന്നെ ഇല്ലാതായി പോകുന്ന ഒന്നാണ് ടെൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ടെൻഷനിൽ നിന്ന് അല്ലാഹുവേ എനിക്ക് നീ മോചനം നൽകണമേ എന്ന് നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ അലസത എന്ന് പറയുന്നത് ചെറിയൊരു രോഗമല്ല. പണിക്ക് പോകാൻ കഴിയുന്നില്ല, ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, ഒരു കാര്യം തുടങ്ങാൻ കഴിയുന്നില്ല, ഒരു ബിസിനസ് തുടങ്ങാൻ കഴിയുന്നില്ല, അത് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, കുടുംബത്തെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അലസത മഹാരോഗമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ടെൻഷനിൽ നിന്നും അലസതയിൽ നിന്നും രക്ഷ ചോദിച്ചത്. മാത്രമല്ല, ദൗർബല്യം എന്ന് പറയുന്നത് ഒരു മഹാരോഗമാണ്. ജീവിതത്തിൽ എല്ലാം ഉണ്ട്, പക്ഷെ അവൻ ദുർബലനാണ്. പണമുണ്ട്, പ്രതാപമുണ്ട്, മക്കളുണ്ട്, കുട്ടികളുണ്ട്, സമൂഹത്തിൽ എല്ലാ സ്ഥാനമാനങ്ങളുണ്ട്, പക്ഷേ ഒന്ന് നന്നായി ഭക്ഷണം കഴിക്കാൻ പോലും കഴിയുന്നില്ല. അവന് സഞ്ചരിക്കാൻ കഴിയുന്നില്ല, ഈ ഭൂമിയുടെ സൗന്ദര്യം കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ദുർബലനായി ജീവിക്കേണ്ട ഒരവസ്ഥ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് മഹാദൗർഭാഗ്യമാണ്. അതുകൊണ്ട് ദുർബലതയിൽ നിന്ന്, ദുർബലത ബാധിക്കുന്നതിൽ നിന്ന് നാം അല്ലാഹുവിനോട് ഏത് സന്ദർഭത്തിലും രക്ഷ ചോദിച്ചുകൊണ്ടിരിക്കണം. അതുപോലൊരു ഭീരുവായിട്ട് ജീവിക്കുക, ഭയപ്പെട്ട് ജീവിക്കുക, ഇതൊരു മുസൽമാന്റെ ജീവിതത്തിൽ ഇല്ല. അല്ലാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് അവൻ നിശ്ചയിച്ച കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നവനാണ് ഒരു സത്യവിശ്വാസി എന്ന് പറയുന്നത്. ഒരിക്കലും അവന് കടം കൊണ്ട് തൊലഞ്ഞവനായി തീരാൻ പാടില്ല. കടം കൊണ്ട് തൊലയുമ്പോൾ വഖഹ്രി റിജാൽ, ആളുകൾ വന്ന് മേയും, ആളുകൾ വന്ന് ചീത്ത പറയും, അപമാനിക്കും, പരിഹസിക്കും. മക്കളുടെ മുന്നില്, ഭാര്യയുടെ മുന്നില്, അയൽപക്കക്കാരുടെ മുന്നില് ഒക്കെ ഇട്ട് നമ്മുടെ വ്യക്തിത്വത്തെ ഇടിച്ച് തെറിപ്പിച്ച് കളയും. അതുകൊണ്ട് അങ്ങനെയുള്ള അവസ്ഥയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് താക്കീത് നൽകിയ കാര്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കുകയാണ്, പിന്നടത്തുകയല്ല. ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യനെ വളർത്തുകയാണ്, നിരാശരാക്കുകയല്ല. ഇസ്ലാം എന്ന് പറയുന്നത് ഏതേത് രംഗത്തെയും നമുക്ക് മുന്നേറാൻ പ്രേരിപ്പിക്കുന്ന വചനങ്ങളാണ്. ഒരു സ്ഥലത്തു നിന്നും നമ്മെ പിടിച്ചു വലിക്കുന്നതോ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതോ നമ്മുടെ വളർച്ചയ്ക്ക് തടയിടുന്നതോ അല്ല എന്ന് പുതുതലമുറയെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ഇത്തരം സദസ്സുകളിലാണ് എന്ന് മാത്രം സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും സമ്മതിക്കുന്നു. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക വഅബ്ദിക മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.